നമസ്കാരം. ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ടെലികോം സേവനദാതാക്കൾ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ പേര് ചർച്ച ചെയ്യുന്നത് BSNL കുറിച്ചാണ്. 80s 90s കിഡ്സിനോട് ചോദിക്കുകയാണെങ്കിൽ അവർക്കറിയാം അവരാദ്യമായി മൊബൈൽ എടുത്തപ്പോൾ അവർ ആദ്യം ഉപയോഗിച്ചിരുന്ന സിം BSNL ആയിരിക്കുമെന്നാണ്. എന്നാൽ ഈ രംഗത്തെ വമ്പന്മാർ കടന്നു വന്നതോടെ BSNL പതിയെ പത്തി മുടക്കേണ്ടി വന്നിരുന്നു ഒരു ഘട്ടത്തിൽ. എന്നാൽ അവിടെ നിന്നും ഒരുപാട് ഓഫറുകളുമായി ഇപ്പോൾ BSNL വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ജിയോ, എയർടെൽ, വോഡഫോൺ ഐഡിയ എന്നിങ്ങനെ മികച്ച എതിരാളികൾ ഉണ്ടായിട്ടും BSNL ഇപ്പോൾ വീണ്ടും ചർച്ചാ വിഷയമാവുന്നത് എന്തുകൊണ്ടാണ്? ആളുകൾ ഇപ്പോൾ കൂടുതലായി BSNL വീണ്ടും ചേക്കേറുന്നത് എന്തുകൊണ്ടാണ്? ഇതിനുള്ള കാരണം മറ്റൊന്നുമല്ല, അതിൽ നിന്ന് ലഭിക്കുന്ന മികച്ച ലാഭം തന്നെയാണ്. ടെലികോം വരിക്കാരെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ തുകയിൽ കൂടുതൽ മികച്ച മൂല്യമുള്ള പ്ലാനുകൾ നൽകുന്നത് BSNL തന്നെയാണെന്ന് നിസ്സംശയം പറയാം. ഇന്ത്യയിൽ സ്വകാര്യ ടെലികോം കമ്പനികളിൽ മികച്ച പ്ലാൻ നൽകുന്ന സ്ഥാപനം ജിയോ ആണെന്നാണ് പറയപ്പെടുന്നത്. ആ ജിയോയുടെ പ്ലാനുകൾ പോലും ഇപ്പോൾ BSNL പ്ലാനുകൾക്ക് മുന്നിൽ ഒന്നുമല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ദീർഘകാല വാലിഡിറ്റിയുള്ള റീചാർജ് പ്ലാനുകളാണ് എപ്പോഴും ലാഭകരമെന്ന് പറയുന്നത്. എന്നാൽ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തുക ഒന്നിച്ച് നൽകി അത്തരം ദീർഘകാല പ്ലാനുകൾ ചെയ്യാൻ സാധിക്കാറില്ല. അവർ കൂടുതലും പ്രതിമാസ പ്ലാനുകൾ തന്നെയായിരിക്കും തിരഞ്ഞെടുക്കുക. പ്രതിമാസ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച പ്ലാൻ നൽകുന്നതും BSNL തന്നെയാണ്. ഒരു മാസ വാലിഡിറ്റിയിൽ എല്ലാ മികച്ച ആനുകൂല്യങ്ങളും സഹിതം എത്തുന്ന പ്ലാൻ BSNL ഉണ്ട്. മാസം 199 രൂപയാണ് ഈ പ്ലാനിൻ്റെ നിരക്ക്. ഇതിന് പകരം ലഭ്യമാകുന്ന ജിയോ പ്ലാൻ പരിഗണിക്കാൻ പോയാൽ വർഷത്തിൽ ഏറ്റവും കുറഞ്ഞത് 1499 രൂപയെങ്കിലും ഉപയോക്താവിന് അധികമായി നൽകേണ്ടി വരുന്നുണ്ട്. ഇവിടെയാണ് BSNL 199 രൂപ പ്രീപെയ്ഡ് പ്ലാനിനെ കുറിച്ച് കൂടുതൽ അറിയേണ്ടത്. അൺലിമിറ്റഡ് കോളിംഗ്, ദിവസം 2 GB ഡേറ്റ, പ്രതിദിനം 100 SMS എന്നിവയാണ് ഈ പ്ലാനിലെ പ്രധാന ആനുകൂല്യങ്ങൾ. 30 ദിവസ വാലിഡിറ്റിയിലാണ് ഈ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നത്. ഇന്ത്യയിലെ ടെലികോം ഉപയോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച പ്രതിമാസ പ്ലാനും ഇതുതന്നെയാണ്. ഈ BSNL പ്രതിമാസ പ്ലാനിനോട് മത്സരിക്കാൻ ശേഷിയുള്ള ഒരു ജിയോ പ്ലാൻ പോലും നിലവിലില്ല എന്നത് എടുത്തു പറയുകയാണ്. ജിയോ നിലവിൽ 199 രൂപ നിരക്കിൽ ഒരു പ്ലാൻ ലഭ്യമാക്കിയിട്ടുണ്ടെങ്കിലും അതിൽ വെറും 18 ദിവസ വാലിഡിറ്റിയിൽ അൺലിമിറ്റഡ് കോളിംഗ്, പ്രതിദിനം 1.5 GB ഡേറ്റ, ദിവസം 100 SMS എന്നിവ മാത്രമാണ് ലഭ്യമാവുക. എല്ലാ മാസവും റീചാർജ് ചെയ്താൽ വർഷത്തിലാകെ 12 തവണ റീചാർജ് ചെയ്താൽ മതി. ഇതിന് ഏകദേശം 2388 രൂപയെ വർഷം ചിലവ് വരുന്നുള്ളൂ. അതേസമയം 199 രൂപയുടെ ജിയോ പ്ലാന് ഉപയോഗിക്കാൻ പോയാൽ വർഷത്തിൽ 20 തവണയോളം റീചാർജ് ചെയ്യേണ്ടതായി ഉണ്ട്. ഒന്ന് നോക്കുക 12, 20 തമ്മിലുള്ള വ്യത്യാസം എത്രത്തോളം ഉണ്ടെന്ന്. മാത്രമല്ല അതിന് 3980 രൂപ ചിലവാക്കേണ്ടതായും വരും. ഇനി അതല്ല, ജിയോയുടെ ഒരു മാസ വാലിഡിറ്റിയിലെത്തുന്ന മറ്റ് പ്ലാനുകൾ പരിഗണിക്കാമെന്ന് വെച്ചാൽ 30 ദിവസ വാലിഡിറ്റിയിലെത്തുന്ന പ്ലാനിന് 319 രൂപയാണ് നൽകേണ്ടി വരുന്നത്. അത് വളരെ ഉയർന്ന നിരക്ക് തന്നെയാണ്. 28 ദിവസ വാലിഡിറ്റിയുള്ള പ്ലാന് പരിഗണിക്കാമെന്ന് വെച്ചാലോ 299 രൂപയുടെ പ്ലാനാണ് ലഭ്യമായിട്ടുള്ള ആകെയുള്ള ഓപ്ഷൻ. 299 രൂപയുടെ ജിയോ പ്ലാനിലെ ആനുകൂല്യങ്ങൾ നോക്കുകയാണെങ്കിൽ അൺലിമിറ്റഡ് കോളിംഗ്, ദിവസം 1.5 GB പ്രതിദിന ഡേറ്റ, പ്രതിദിനം 100 സൗജന്യ SMS എന്നിവയൊക്കെയാണ് ഈ പ്ലാനിലെ പ്രധാന ആനുകൂല്യങ്ങളായിട്ട് പറയാനുള്ളത്. 28 ദിവസ വാലിഡിറ്റിയിലാണ് ഈ ജിയോ പ്ലാൻ എത്തുന്നത്. ജിയോ ആപ്പുകളിലേക്കുള്ള ആക്സസ് ആണ് ഈ പ്ലാനിൽ അധികമായി ലഭിക്കുന്ന ആകെയുള്ള ഒരു ആനുകൂല്യം. 299 രൂപയുടെ ജിയോ പ്ലാനാണ് പ്രതിമാസം റീചാർജിനായി തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ ഉപയോക്താവിന് വർഷത്തിൽ 13 തവണ റീചാർജ് ചെയ്യേണ്ടി വരും. കാരണം ഇതിന് 28 ദിവസ വാലിഡിറ്റി മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഈ 13 തവണ റീചാർജ് ചെയ്യുന്നത് ഏകദേശം 3887 രൂപയോളം ചിലവ് വരുന്ന കാര്യമാണ്. അതായത് BSNL 199 രൂപ പ്ലാൻ ഒരു വർഷത്തേക്ക് ചെയ്യുന്നതിനേക്കാൾ 1499 രൂപ അധികമായി ജിയോ ഉപയോക്താവ് ചിലവാക്കേണ്ടി വരുന്നുണ്ട്. ഇത്രയും തുക കൂടുതൽ മുടക്കി റീചാർജ് ചെയ്യുന്നതിൻ്റെ ഗുണം ഉപയോക്താവിന് ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഉപയോക്താവിൻ്റെ സാഹചര്യം വിലയിരുത്തി പറയേണ്ട ഒരു കാര്യമാണ്. എന്നാൽ അൺലിമിറ്റഡ് 5G പോലുള്ള ജിയോയുടെ നേട്ടങ്ങൾ ഈ റീചാർജ് പ്ലാനിൽ ലഭ്യമാകുന്നില്ല എന്നുള്ള ആകെയുള്ളൊരു പോരായ്മ മാത്രമാണ് ഇതിലുള്ളത്. ഈ പ്ലാനുകളുടെ കാര്യത്തിൽ ജിയോയേക്കാൾ കൂടുതൽ ഡേറ്റ നൽകുന്നത് BSNL ആണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ലാഭം BSNL വരിക്കാർക്ക് ഒപ്പമാണ്. ഇനി നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് തീരുമാനിക്കാം BSNL ആണോ ജിയോ ആണോ ലാഭകരമെന്ന്. നിങ്ങളുടെ പോക്കറ്റ് കീറാതെ അത്യാവശ്യം നെറ്റൊക്കെ കിട്ടുന്നൊരു ടെലികോം ദാതാവിനെയാണ് വേണ്ടതെങ്കിൽ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ജിയോയിൽ നിന്നായാലും മറ്റേത് സ്വകാര്യ ടെലികോം ഏജൻസികളിൽ നിന്നായാലും അതിൽ നിന്ന് BSNL പോർട്ട് ചെയ്ത് മാറുക എന്നത് തന്നെയാണ്.